പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന രണ്ടാം സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമതും തുടർഭരണം ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലാണ് LDF സർക്കാർ. കേരളത്തിൽ ഒരു മുന്നണിയുടെ സർക്കാരിന് തുടർച്ചയായി 3 തവണ ഭരണം ലഭിച്ച ചരിത്രമില്ല. എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ മികവിൽ തുടർഭരണം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് LDF കരുതുന്നു. നിപ്പയും ഓഖിയും പ്രളയവും കോവിഡും എല്ലാം അതിജീവിച്ചാണ് പിണറായിയും സംഘവും തുടർഭരണത്തിലേക്ക് എത്തിയത്. വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് പിണറായിയുടെ കീഴിൽ കേരളം കൈവരിച്ച പ്രധാന നേട്ടം. ദേശീയപാതാ വികസനവും വാട്ടർ മെട്രോയും കൊച്ചി മെട്രോ വികസനവും പിണറായിയുടെ നേട്ടങ്ങളാണ്. ദേശീയപാതാ വികസനം ഉപേക്ഷിച്ച ഘട്ടത്തിൽ നിന്നാണ് പിണറായി പുനരുജ്ജീവിപ്പിച്ചത്. സമാന്തരമായി തീരദേശ ഹൈവേയും മലയോര ഹൈവേയും പൂർത്തിയാകുന്നു. നേട്ടങ്ങൾക്കൊപ്പം കോട്ടങ്ങളും സ്വാഭാവികമായിട്ടും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ശോഭ കെടുത്തി. ഈ സർക്കാരിൻ്റെ അഴിമതിയും പിടിപ്പുകേടും പിൻവാതിൽ നിയമനങ്ങളുമാണ് കേരളത്തെ സമാനതകളില്ലാത്ത കടക്കണിയിലേക്ക് തള്ളിവിട്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വിമർശനം. ഇന്ന് കൊച്ചിയിൽ വെച്ച് കേക്ക് മുറിച്ച് സർക്കാരിൻ്റെ 4ാം വാർഷികം പിണറായിയും മന്ത്രിമാരും ആഘോഷിച്ചു. കണ്ടുവരാം സർക്കാർ വാർഷികത്തിൻ്റെ ആഘോഷങ്ങൾ. RDX റാപ്പ് 59 സെക്കൻഡ്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ വിവിധ ജില്ലകളിലായി പുരോഗമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. സിയാലിന്റെ 0484 ലോഞ്ചിലായിരുന്നു ലളിതമായ ആഘോഷം. മന്ത്രിമാരായ K രാജൻ, P രാജീവ്, K കൃഷ്ണൻകുട്ടി, റോഷി അഗസ്റ്റിൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KB ഗണേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശേഷം മാധ്യമപ്രവർത്തകർക്ക് മധുരം പങ്കുവയ്ക്കാൻ ക്ഷണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഫലിതം. പത്രക്കാർക്കെല്ലാം പൈസ തരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, ഇങ്ങോട്ട് വരൂ തരാം. പ്രതിപക്ഷ നേതാവിനെ ട്രോളി മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് സർക്കാർ പത്രക്കാർക്ക് പണം നൽകുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഏത് പത്രക്കാർക്കാണ് പരസ്യത്തിനല്ലാതെ പണം നൽകിയതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന് മറുപടി ഉണ്ടായിരുന്നില്ല. പരിപാടിക്ക് ശേഷം ഇവിടെ തന്നെ മന്ത്രിസഭാ യോഗവും ചേർന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഒട്ടും അനായാസമായിരുന്നില്ല ഈ യാത്ര. മഹാമാരികളും പ്രകൃതി ദുരന്തങ്ങളും അടക്കം പ്രതിസന്ധികൾ ഉലയാതെ നാടിനായി സർക്കാർ നിലകൊണ്ടുവെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ദിനത്തിൽ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി ചുരുക്കിയത്. എന്നാൽ ഏറ്റവും വിഷമഘട്ടങ്ങളിൽ പോലും കേരളത്തിനെതിരെ നിന്ന ചില ശക്തികൾ ഉണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി ജനങ്ങൾ സർക്കാരിനൊപ്പം നിന്നു. ഒട്ടും അനായാസമായിരുന്നില്ല ഈ യാത്ര. അനേകം പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പ്രളയങ്ങളായും മഹാമാരികളായും അവയാഞ്ഞടിച്ചു. പതറാതെ സ്ഥൈര്യത്തോടെ ജനങ്ങളോടൊപ്പം സർക്കാരും അവയെ നേരിട്ടു. എന്നാൽ ആ ഘട്ടങ്ങളിൽ പോലും കേരളത്തിനെതിരെ നിന്ന ചില ശക്തികളുണ്ടായിരുന്നു എന്നത് നാം തിരിച്ചറിയണം. അവർ ഈ നാടിനെയും സർക്കാരിനെയും ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു. നമുക്ക് മറ്റ് വിശദാംശങ്ങളിലൂടെ പെട്ടെന്ന് പരിശോധിച്ചു വരാം. നമ്പർ 1 കേരളം എന്നാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സർക്കാർ വിളിക്കുന്നത്. നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി 1ാമതാണ് കേരളം ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്. 2023 ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായും നീതി ആയോഗ് തെരഞ്ഞെടുത്തു എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. 2021 കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ഗവേണൻസ് അവാർഡ് നേടി പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം. 2021 ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ്റെ അഴിമതി വിമുക്ത സേവനത്തിനുള്ള പുരസ്കാരവും സർക്കാരിനായിരുന്നു. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ പട്ടിക പ്രകാരം മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനം കേരളമാണ് എന്നുകൂടെ ഉണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിലും കേരളം 1ാമതാണ്. കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള ആരോഗ്യ മന്ഥൻ പുരസ്കാരം കേരളം നേടി. 2021 കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ പുരസ്കാരം കേരളം നേടി. ശ്രദ്ധേയമായ പുരസ്കാരങ്ങൾ ഇവയാണ്. 2022 വേൾഡ് ട്രാവൽ മാർക്കറ്റിൻ്റെ ജലസംരക്ഷണ പ്രവർത്തനത്തിന് കേരള സർക്കാരാണ് പുരസ്കാരം നേടിയത്. 2023 ന്യൂയോർക്ക് ടൈംസ് തെരഞ്ഞെടുത്ത 52 ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളം ഇടം നേടി എന്ന വസ്തുത കൂടിയുണ്ട്. 2023 ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡിൽ 5 എണ്ണം നേടിയത് കേരളമായിരുന്നു. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയതലത്തിൽ 1ാം സ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്തിന്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിൽ തുടർച്ചയായി 1ാമതാണ് നമ്മുടെ സംസ്ഥാനം. നഗര സുസ്ഥിര വികസന സൂചികയിൽ തിരുവനന്തപുരം, കൊച്ചി മികച്ച നഗര
നഗരങ്ങളുടെ പട്ടികയിലുണ്ട് എന്നത് നമ്മൾ കാണുന്നു. കേരള പോലീസിനെ കുറിച്ചും ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ചും പരാതികളുണ്ട്. അതാണ് വിമർശനങ്ങളും പരാതികളുമായിട്ടുള്ളത്. IAS തലപ്പത്തെ ചേരിപ്പോര് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നത് വളരെ എവിഡൻ്റ് ആയിട്ട് മുന്നിൽ കിടക്കുന്നു. തൃശ്ശൂർ പൂരം കലക്കൽ വിവാദം പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഈ സർക്കാരിൻ്റേത്. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചുള്ള മാസപ്പടി വിവാദ അഴിമതി ആരോപണം അഴിമതിയുടെ നിഴലിലാക്കി എന്ന വസ്തുത അവിടെയുണ്ട്. വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കാത്തത് വിമർശനത്തിനിടയാക്കിയിട്ടുണ്ടെന്ന വസ്തുത അവിടെയുണ്ട്. വനം വകുപ്പിനെതിരെ ഭരണകക്ഷികളിൽ നിന്നുൾപ്പെടെ വിമർശനമുണ്ടായിട്ടുണ്ട് എന്നതും സമീപകാലത്ത് തന്നെ നമ്മൾ കാണുന്നതാണ്. ലഹരി വസ്തുക്കളുടെ ലഭ്യതയും ഉപയോഗവും വർദ്ധിച്ചു എന്നും പ്രതിപക്ഷത്തിൻ്റെ വിമർശനം ഉണ്ട്. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നതൊരു വസ്തുതയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുകയാണെന്നാണ് പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങളായിട്ട് പറയാവുന്ന ഒന്ന്. ദേശീയപാതയ്ക്ക് സമാന്തരമായി മലയോര തീരദേശ ഹൈവേകൾ കൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം വിഴിഞ്ഞം കമ്മീഷനിങ് നടന്നതാണ് പ്രധാനപ്പെട്ടൊരു നേട്ടം. കൊച്ചി മെട്രോ പൂർത്തിയാക്കി 2ാം ഘട്ട നിർമ്മാണം തുടങ്ങി എന്നിങ്ങനെ നിരവധി. UDF ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നത് വലിയ നേട്ടമായിട്ട് കാണുന്നു സർക്കാർ. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ ആരംഭിച്ചു എന്നത് പ്രധാനപ്പെട്ട വികസന നേട്ടമായിട്ട് മുന്നിലുണ്ട്. ഒരുപാടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ഹർഷൻ, വിമർശനങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രതിപക്ഷം വളരെ മോശം സർക്കാരായിട്ടാണ് ഈ സർക്കാരിനെ കാണുന്നത്. പക്ഷേ നമ്മുടെ സമീപകാല കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സർക്കാർ തുടർച്ചയുണ്ടാവുക, 2ാം ഭരണവും നടത്തുക എന്ന സവിശേഷതയുണ്ട് അവിടെ. 5ാം വർഷത്തിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് അടുക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ളൊരു വർഷം എങ്ങനെയായിരിക്കും, എങ്ങനെ വിലയിരുത്തണം നമ്മൾ? അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു തുടർഭരണം കിട്ടിയ ഇടത് സർക്കാർ എന്നുള്ള നിലയ്ക്ക് സർക്കാരിനെ മൊത്തത്തിൽ നിരീക്ഷിക്കുമ്പോൾ ആ തുടർഭരണത്തിലേക്ക് വന്ന സാഹചര്യം എന്നത് തീർച്ചയായും ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിന് പറ്റിയ ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും എന്നുള്ള ഒരു പ്രതീതി തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ പ്രതിസന്ധിയിലൂടെ രാജ്യം ലോകം മുഴുവൻ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ആ പ്രതിസന്ധിയെ നേരിടാൻ സ്വീകരിച്ച സമീപനം മാത്രമല്ല മൊത്തം ജനത്തെ വിശ്വാസത്തിലെടുക്കുന്ന നിലയ്ക്ക് നടത്തിയ ഇടപെടലുകൾ, ആ ഇടപെടലുകൾ തീർച്ചയായും രണ്ടാമത് ഈ സർക്കാർ തന്നെ ഇടതുമുന്നണിയുടെ സർക്കാർ തന്നെ വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. അതിൽ ഒരു സംശയം വേണ്ട, പിണറായി വിജയൻ്റെ നേതൃത്വം എന്നത് വളരെ പ്രധാനമായിരുന്നു എന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് മഹേഷിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് പിണറായി സർക്കാർ തന്നെ അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ നയിക്കും എന്ന മട്ടിൽ തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോഴും അത് റീപ്ലേസ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിക്കാൻ ഇടതുമുന്നണിക്കും കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സത്യത്തിൽ വലിയൊരു നേട്ടം എന്നത് ഈ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ മികവ് തെളിയിച്ചു എന്നതിനൊപ്പം വലിയൊരു നേട്ടമായി എനിക്ക് തോന്നുന്നു, ഈ സർക്കാരിന് വലിയ നേട്ടമായി എനിക്ക് തോന്നുന്നത് ദുർബലമായ പ്രതിപക്ഷം കൂടിയാണ്. കാരണം ഇപ്പോൾ ഈ ദിവസം എടുത്തു നോക്കിക്കോളൂ, അടുത്ത വർഷം ഇലക്ഷൻ ഇയറാണ്. ഈ 9ാമത്തെ വർഷം പൂർത്തിയാക്കുന്നു പിണറായി സർക്കാർ. അത് 2ാമത്തെ ടൈമിൽ 4ാമത്തെ വർഷം പൂർത്തിയാക്കുകയാണ്. ഈ ദിവസവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ ദുർബലമാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. സനീഷ് ഇവിടെ അവതരിപ്പിച്ച ആ ഡാറ്റാ ഷീറ്റിലുള്ള ആരോപണങ്ങൾ പോലും എണ്ണിപ്പറയാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അത് കഴിയുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അതിന് കാരണം എന്നുള്ളത്. ഇന്നിപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇന്ന് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ ഇന്ന് പാലക്കാട് നടത്തിയ പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നിപ്പോൾ ഹൈവേ തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ വിഷയം തിരിച്ചടിക്കുന്ന വിഷയം തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം അതിൽ പ്രതിപക്ഷത്തെ സർക്കാരിനെ ഒരു പരിധിക്കപ്പുറത്ത് പ്രതിസന്ധിയിലാക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയുണ്ട്. കാരണം ഹൈവേ വികസനം എന്നുള്ളത് അവസാനിപ്പിച്ച പരിപാടിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. ഉമ്മൻചാണ്ടി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഹൈവേ വികസനം എന്നുള്ളത് ഇച്ഛാശക്തിയോടെ നടപ്പാക്കാൻ കഴിഞ്ഞു. ഇവിടുന്ന് ഹൈവേ അതോറിറ്റി ഇതെല്ലാം പൂട്ടി ഡൽഹിക്ക് പോയി കഴിഞ്ഞിട്ടും തിരിച്ചു വിളിച്ചു വരുത്തി 45 മീറ്ററിൽ സ്ഥലം ഏറ്റെടുത്തു. ആ ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% സർക്കാർ കേരളത്തിൽ മാത്രമാണ്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല, കേരളത്തിൽ മാത്രം അത് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് മുടക്കി ആ രീതിയിലൊരു നടപടി സ്വീകരിച്ചു. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ അത് ഒരു കാരണവശാലും നടക്കില്ല എന്ന് കരുതിയ പദ്ധതിയാണ്. അത് ഭൂമി ഏറ്റെടുക്കലടക്കം നടപ്പാക്കിക്കൊണ്ട് അത് നടപ്പാക്കാൻ കഴിഞ്ഞു. നടക്കില്ല എന്ന് ഉറപ്പിച്ച, അതിന് തൊട്ടു മുമ്പുള്ള സർക്കാർ ഉറപ്പിച്ച ഏതാണ്ട് 3 പദ്ധതികൾ അങ്ങനെ തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞു. മറ്റു വലിയ പദ്ധതികളുടെ, അതായത് വലിയ പദ്ധതികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയൊരു വിമർശനം ഉയരുന്നത് ഈ വലിയ പദ്ധതികളല്ല, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. അതിൽ വ്യത്യസ്തമായ സമീപനമുള്ളവരുമുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മൾ കേരളയിലെ ചർച്ച വന്നപ്പോൾ കൊച്ചേട്ടൻ KK കൊച്ച് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം പൊതു ഇടങ്ങൾ, ഇത്തരം സഞ്ചാര സൗകര്യങ്ങൾ ഒക്കെ വരുമ്പോഴാണ് ആളുകൾക്കിടയിലെ ഒരു വലിപ്പച്ചെറുപ്പവും ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വ്യത്യാസവും ജാതീയമായ വ്യത്യാസവും ഒക്കെ മാറുക എന്നുള്ള ഒരു സങ്കല്പം പോലും അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിലും സമാന്തരമായ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ വികസനം എന്നൊക്കെ പറഞ്ഞാലും അത്തരം ചില കാര്യങ്ങൾ കൂടി രാജ്യത്ത് വേണ്ടതാണ്, സംസ്ഥാനത്ത് വേണ്ടതാണ്. ഇതെല്ലാം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായത് കേരളം
ഹൈവേ വികസനത്തിൽ 20-25 വർഷം പുറകിലായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ നടക്കും എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം ഈ സർക്കാരിൻ്റെ കാലത്തുള്ള നേട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് മാത്രം അതിൽ കൊണ്ടുവന്ന നേട്ടങ്ങളെ മാത്രം മുൻനിർത്തി ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോയാൽ അവിടെ തളരത്തേ ഉള്ളൂ പ്രതിപക്ഷം എന്നുള്ളതാണ് വസ്തുത. അപ്പം അതിന് പകരം എന്താണ് ആലോചിക്കേണ്ടത്? വേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടല്ലോ. ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിമർശനങ്ങളുണ്ട്, കൃത്യമായി ചൂണ്ടിക്കാട്ടാനുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ ഊന്നിയുള്ള ശക്തമായ പ്രചാരണത്തിന് പ്രതിപക്ഷം തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അത് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ പലതരത്തിൽ ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, എന്താണ്, മുന്നാക്ക സംവരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായ പ്രചാരണം നടത്താൻ പ്രതിപക്ഷത്തിനും ഇതിലൊക്കെ താല്പര്യങ്ങളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഈ സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടത്? ഒരു സംശയം വേണ്ട, അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സർക്കാരിനുണ്ടായി. ഒപ്പം ഈ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു തരത്തിൽ സർക്കാരിന് പറഞ്ഞു നിൽക്കാനും പിടിച്ചു നിൽക്കാനുമുള്ള ഒരു ഉപാധിയായി എന്നുള്ളതും വാസ്തവമാണ്. ഇതിനകത്ത് ഹർഷൻ, എനിക്ക് മൂന്നാം പിണറായി സർക്കാർ വരരുത് എന്ന് വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന ചില ഇടതുപക്ഷക്കാരായിട്ടുള്ള CPM-കാർ തന്നെയായിട്ടുള്ള ചില സുഹൃത്തുക്കൾ എനിക്കുണ്ട്. മൂന്നാം പിണറായി സർക്കാർ വരരുത്. കാരണം രണ്ടാം സർക്കാർ വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു സവിശേഷതയായിട്ട് അവർ വിചാരിക്കുന്ന, നമ്മുടെ ഒരു സവിശേഷതയാണെന്ന് അവർ എന്ന് വെച്ചാൽ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു എന്താണ് വിപ്ലവ ബോധം അല്ലെങ്കിൽ സമര സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങളുടെ സംഘടന കുറച്ച് വീക്കായിപ്പോയി എന്ന് വിചാരിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവർ മൂന്നാം സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്നാൽ മതി എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അവർ പോലും അങ്ങനെയല്ല സംഭവിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അവർ വിചാരിക്കുന്ന മൂന്നാം സർക്കാർ വരും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഹർഷൻ പറഞ്ഞ പോലെ പ്രതിപക്ഷം വേണ്ട രീതിയിലല്ല ആക്ട് ചെയ്യുന്നത് എന്ന തോന്നൽ നിശ്ചയമായിട്ടും അവർ CPM-ൻ്റെ ആളുകളാണല്ലോ, അവർക്കുണ്ട്. രണ്ടാമത്തേത്, പക്ഷേ ഈ സർക്കാർ യഥാർത്ഥത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്ന തോന്നൽ അവർക്ക് നന്നായിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ CPM-കാർ തന്നെ ആയിരിക്കെ എന്നാൽ മൂന്നാം സർക്കാർ വരരുത് എന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വിചാരിക്കുന്നത് ഈ താഴെ തട്ടിൽ CPM 10 വർഷമായിട്ടൊരു ഭരണ സംഘത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളായതുകൊണ്ട് താഴെ തട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള CPM നേതാക്കളുടെ വല്ല കുഴപ്പം കൊണ്ട് വീണുപോയാലല്ലാതെ ഈ ഭരണത്തിൻ്റെ കുഴപ്പം കൊണ്ട് സർക്കാർ മൂന്നാമത് വരാതിരിക്കില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം അത്രയും മികച്ച കാര്യങ്ങളാണ്, ആർക്കും പ്രത്യേകിച്ച് കുറ്റം പറയാനില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹർഷൻ, എന്തുകൊണ്ടാണ് CPM മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ പിണറായി വിജയൻ തുടർച്ചയായിട്ടൊരു തുടർഭരണം വാങ്ങുന്ന ഒരു മുഖ്യമന്ത്രി ആയത് എന്ന് തോന്നിയാൽ പിണറായി വിജയനാണ് ഈ പറയുന്ന ഏറ്റവും വലിയ വിമർശനങ്ങൾക്കിടയിലൂടെ വന്ന ഒരു നേതാവ്. അദ്ദേഹത്തിൻ്റെ കരിയർ മുഴുവൻ ആളുകളുടെ ചീത്തകളിയാണ്. അധികായനായിട്ടുള്ള VS അച്യുതാനന്ദനോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്ത് ഈ ലാവ്ലിൻ അഴിമതി കേസ് എന്നൊരു അഴിമതി കേസോടൊക്കെ ഫൈറ്റ് ചെയ്താണ് വന്നത്. അപ്പോൾ വളരെയേറെ സൂക്ഷ്മത നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാകുമായിരിക്കും. ഓരോരോ കാര്യങ്ങളിലും എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണം, ഇവിടെ നിന്നൊക്കെ അടിവരാം എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് തോന്നലുണ്ടാകും. അതോടൊപ്പം ചേർന്നൊരു കാര്യമാണ് BJP സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്, ഈ രണ്ട് സർക്കാരും അദ്ദേഹം നയിക്കുമ്പോൾ എന്നുള്ള കാര്യം. അതായത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പോയിൻ്റ്, ഒരു നൂലിയുടെ സാധനം കിട്ടിയാൽ ഇവർ നമ്മളെ തമർത്തിക്കളയും എന്നൊരു തോന്നൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവർ ED ഇവിടെ വട്ടമിട്ട് പറക്കുകയാണ്, ഇവിടെ ഓഫീസും വീടും എടുത്ത് നിൽക്കുകയാണ് ED, CBI ഒരു വഴിക്കുണ്ട്, സകലമാന സംവിധാനങ്ങൾ കൊണ്ട് കേരളം എങ്ങനെയെങ്കിലും പിടിക്കാം എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ്. അവിടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്ക് നേരെയും അവർക്ക് ആ നോട്ടമുണ്ട്, കേരളത്തോട് പക്ഷേ അഡീഷണൽ ആയിട്ടുള്ള നോട്ടമുണ്ട്. അപ്പോൾ ഇതിനകത്തുകൂടെ ഈ ഭയങ്കര എന്താണ്, തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിനിടയിൽ കൂടെ പോകുന്നുണ്ട് അധികമായിട്ടുള്ള ജാഗ്രതയും സൂക്ഷ്മതയും ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉണ്ടായിരിക്കാനിടയുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവരിങ്ങനെ പിടിച്ചു നിന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അവസാന കാലത്ത് വന്ന ഈ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയാനുള്ള, എന്താണ് അതിൻ്റെ വസ്തുത എന്ന് പറയാനുള്ളൊരു ധാരണ ഇല്ലാതിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. മറ്റേത് എൻ്റെ മകളായതുകൊണ്ടാണ് ഈ കേസ് വരുന്നതെന്നല്ലാതെ അതിനെക്കുറിച്ച് സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതൊഴിച്ച് ബാക്കി എല്ലാ ആക്ഷേപങ്ങളും വരികയും തട്ടിത്തെറിച്ചു പോവുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയ ഒരുപാട് നേട്ടങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊരു പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു, സർക്കാർ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഞാൻ നടപ്പാക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, പക്ഷേ ഒരു സർക്കാരിൻ്റെ നോട്ടം എവിടേക്ക് എത്തണം എന്ന തോന്നൽ നമുക്ക് ആഗ്രഹമുള്ളത് അവിടേക്ക് ഈ സർക്കാരിൻ്റെ നോട്ടം എത്തി എന്താണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ അതിദരിദ്രർ എന്ന് വെച്ചാൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്, കേരളം പുരോഗമിച്ചൊരു നാടാണ് എന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സർക്കാർ തന്നെയും അതേ മുഖ്യമന്ത്രിയും തന്നെയും ഞങ്ങളുടെ നാട്ടിൽ അതിദാരിദ്ര്യമുണ്ട് എന്ന് സമ്മതിക്കുക കൂടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ എക്സ്ട്രീം പൂർ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് സമ്മതിക്കുക കൂടിയാണ്. നമ്മുടെ ഒരു കുഴപ്പം സമ്മതിക്കുക എന്നിടത്തു നിന്നാണല്ലോ നമ്മളത് പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറയുക മാത്രമല്ല 64,006 അതിദാരിദ്ര്യ കുടുംബങ്ങളുണ്ട് എന്നിവർ കണ്ടെത്തി.
അതിൽ 46,197 കുടുംബങ്ങൾ അതിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ് സർക്കാർ രേഖകൾ പറയുന്നത്. 17,809 കുടുംബങ്ങളെ സഹായിക്കാൻ ഉള്ള നടപടികൾ തുടരുകയാണ്. 2025 ഏപ്രിൽ 15 ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്താണ് അതിദാരിദ്ര്യം? അവർക്ക് അവരുടെ കൈവശമുള്ള പണത്തിൻ്റെ 80% ചെലവിട്ടാലും അവർക്ക് വേണ്ടുന്ന എനർജി കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ 80% കിട്ടാതിരിക്കുക എന്നതാണ് അതിദാരിദ്ര്യത്തിൻ്റെ നിർവചനമായിട്ട് ഞാനിപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ കേരളത്തിലുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം ഭരിച്ചിട്ട് 10 വർഷമായിട്ട് ഭരിച്ചിട്ട് ഞങ്ങളുടെ തന്നെ സർക്കാർ ഇതിന് മുൻ വർഷങ്ങളിലും ഭരിച്ചിട്ട് ഇവിടെ നാട്ടിൽ അതിദാരിദ്ര്യം ഉണ്ടെന്ന് സമ്മതിക്കുകയും അത് പരിഹരിക്കാനായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയും എന്ന് പറയുന്നിടത്ത് ഈ സർക്കാരിൻ്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണുന്നു. മറ്റെല്ലാ വിഴിഞ്ഞമൊക്കെ കൊണ്ടുവന്നു, മെട്രോ നന്നാക്കി, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി, മന്ത്രിമാരെല്ലാം പലതും പറയേണ്ടത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലൂടെയും ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരെ കാണുന്നു, ഞങ്ങളത് കാണാനുള്ള ആളുകളാണ് എന്നവർ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ വിജയ ശതമാനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പിന്നെ പരിശോധിക്കാം. പക്ഷേ ആ കാഴ്ച അവർക്കുണ്ട് എന്നത് അവരെ സന്തോഷത്തോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നായിട്ട് ഞാൻ വിചാരിക്കുന്നു. നേട്ടങ്ങളുടെ അതിദീർഘ പട്ടിക നിരത്തുകയാണ് പിണറായി സർക്കാർ. വാർഷികാഘോഷങ്ങളിൽ വൻ ധൂർത്ത് എന്നതിനപ്പുറം പിണറായി സർക്കാരിനെതിരെ ഖനമുള്ള മാറ്റർ ഓഫ് ഫാക്റ്റായ ഒരു ആരോപണം ഉയർത്താൻ ഈ 9ാം വാർഷിക ദിവസവും പ്രതിപക്ഷത്തിനാകുന്നില്ല. പരിഹാസം കൊണ്ട് മാത്രം പ്രതിപക്ഷ പ്രവർത്തനമാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മനസ്സിലാകേണ്ടതാണ്. അഭിമാനത്തോടെ 10ാം വർഷത്തിലേക്ക് LDF പറയുമ്പോഴും ഈ ദിവസങ്ങളിൽ ചർച്ചയാകുന്ന ദളിത് സ്ത്രീക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമം അടക്കം, വേടനെ വേട്ടയാടിയ പോലീസ്, വനം വകുപ്പ് നടപടികളടക്കം എളുപ്പം തള്ളിക്കളയാനാകുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയിട്ട് പോലും ഇടപെട്ടില്ല എന്ന പേരൂർക്കടയിലെ ബിന്ദുവിൻ്റെ ആരോപണം അത്ര ചെറുതുമല്ല. വികസനവും നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞ് പിണറായി 3.0 എത്തിപ്പിടിക്കാൻ LDFനാകുമോ? ഇതേ രീതിയിൽ പരിഹാസദ്യോതകമായ വിമർശനങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ ഭരണം തിരിച്ചുപിടിക്കാൻ UDFന് കഴിയുമോ? ഉത്തരം ജനങ്ങളുടെ വിരൽത്തുമ്പിലാണ്. അതിനി 1 വർഷം ദൂരം. കാത്തിരിക്കാം, കണ്ടറിയാം. ഇടവേളയിലേക്ക്.